വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പുതിയ ട്രെൻഡിങ് പരീക്ഷിക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ 3 പേരും. പൊതുവെ എൻ്റെ റീൽസിലൊക്കെ വന്നിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യാറുണ്ട്, ചേച്ചിക്ക് ആരാ വീഡിയോ എടുത്തു തരുന്നത്, ഏട്ടനാണോ എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് പൊതുവേ വീഡിയോ എടുത്തു തരുന്നത് ടൂണിയാണ്. എൻ്റെ ഒഫീഷ്യൽ ക്യാമറമാൻ എന്ന് പറയുന്നത് ടൂണിയാണ് കേട്ടോ. ടൂണി എൻ്റെ നാത്തൂനാണ്. അവൾ ഇന്ന് ഞങ്ങൾ ബാക്ക് ക്യാമറയിൽ നിർത്താതെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തിയേക്കുവാണ്. പിന്നെ നമ്മൾ റീൽസൊക്കെ എടുത്തു തരുന്ന ടൈമിൽ പാട്ടൊക്കെ ഇട്ട് തരുന്ന ജാനിമോള്. ഞങ്ങൾ 3 പേരും കൂടിയാണ് എപ്പോഴും റീൽസ് വീഡിയോ ഒക്കെ എടുക്കാറ്, വ്ളോഗ്സ് ഒക്കെ എടുക്കാറ്. അങ്ങനെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ ബോട്ടിൽ വർക്ക് ഇവിടെ പൂർത്തീകരിച്ചത് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുവാണ്. നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടത് കറക്റ്റ് മെഷർമെൻറ്റിൽ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇട്ടില്ലെങ്കിലും ആ ഒരു ഭാഗത്ത് നിന്ന് മുകളിലോട്ട് അടപ്പ് വരെ ഫുൾ ഇട്ടാലും കിഡിലുമാണ് കേട്ടോ. നല്ലോണം എത്രത്തോളം ഹോൾസ് ഇടാവോ അത്രത്തോളം നല്ലതാണ്. അത് നല്ലോണം വരുന്നതുകൊണ്ടാണ് എനിക്ക് ഈ സന്തോഷം കണ്ട ഗൈസ്. ഞാനിത് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഏട്ടനും അവരൊക്കെ പറഞ്ഞു, ഇങ്ങനെയല്ല, ഇങ്ങനെ ഇട്ടാൽ ഫ്ലോപ്പ് ആവും, നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏട്ടനും കുട്ടനും ജാനിയും അവരെല്ലാവരും ഓടിരിപ്പുണ്ട് കേട്ടോ. കസിൻസ് എല്ലാവരും ഓടിരിപ്പുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ ചെറിയ വെള്ളം ഒരു പരിപാടിയിലാണ് അവരെല്ലാവരും. അതുകൊണ്ട് വീഡിയോയിൽ അവരാരെയും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് കാണിച്ചിട്ടും അവർ പറഞ്ഞാൽ ഇങ്ങനെയല്ല എന്നാട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ നമ്മുടെ ജാനിമോൾക്കൊരു ആകാംക്ഷ അത് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. പക്ഷേ അവൾക്ക് പനി ആയതുകൊണ്ട് തന്നെ ഏട്ടൻ യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞേക്കും കേട്ടോ. അത് വെള്ളം തലയിൽ വീഴുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒളിച്ച് വീട്ടിൻ്റെ ബാക്കിൽ പോയി നിന്ന് ജാനിക്ക് ഇത് കാണിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു വെപ്രാളമല്ലേ. ആ വെപ്രാളം ജാനിക്ക് വരല്ലോ എന്ന് വെച്ചാൽ അവളെയും കൊണ്ടുപോയി നനച്ചു. അങ്ങനെ തല നനഞ്ഞ വിഷമത്തിൽ ജാനിമോൾ അവിടെ നിൽക്കുവാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ നനഞ്ഞ തലയും കൊണ്ട് ഇനി ഏട്ടൻ്റെ മുന്നിൽ പോകാൻ ഒക്കില്ല. അതിൻ്റെ വിഷമത്തിലാണ് അവൾക്ക് പനിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഏട്ടൻ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് വെള്ളത്തിൽ കളിക്കരുതെന്ന് പറയുന്നത്. അല്ലാത്തത് കൊണ്ടൊന്നും അല്ല കേട്ടോ. പനി ആയതുകൊണ്ടാണ്, സ്കൂളിൽ നിന്ന് കിട്ടിയ പനിയാണ് കേട്ടോ. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇപ്പോൾ നിപ്പയും സംഭവങ്ങളൊക്കെ ഒരുപാട് കൂടിയിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ പനിയാണെങ്കിൽ നല്ല രീതിക്ക് ശ്രദ്ധിക്കുക. സ്കൂളിൽ ചെറിയ ജലദോഷം ഉണ്ടെങ്കിൽ പോലും വിടാതിരിക്കുക. എന്തായാലും ബോട്ടിൽ ട്രെൻഡ് നമ്മളിവിടെ ട്രൈ ചെയ്ത് നോക്കുവാണ് കേട്ടോ. അതായത് വീഡിയോ എൻഡിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാന്ന് നിങ്ങൾ എന്തായാലും പറയണം കേട്ടോ. ഇതെൻ്റെ ബർത്ത്ഡേക്ക് എടുത്ത ഷൂട്ടാണ്. ആ ടൈമിലാണ് ഞാനിത് ഈ വീഡിയോ എടുക്കണേ. ട്രെൻഡിങ് ഇത് സൂപ്പറായിട്ട് പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണം. നമ്മുടെ ശ്രീയബി ആൻഡ് അഭിശ്രീ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യാത്താണെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.